ഹായ്, ഹലോ, നമസ്കാരം. പടക്കുതിര അജു വർഗീസിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് പടക്കുതിര. തുടരും എന്നുള്ള ലാലേട്ടൻ്റെ സിനിമയുടെ ഒപ്പം തന്നെയാണ് പടക്കുതിര എന്നുള്ള സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അജു വർഗീസ് തന്നെയാണ് മെയിൻ ഈ സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ട്. സിനിമയിലെ പോസ്റ്ററുകളിലും അതുപോലെ തന്നെ ഈ സിനിമയിലെ പല ഭാഗങ്ങളിലും പ്രമോഷനൊക്കെ അജു വർഗീസായിരുന്നു ഉണ്ടായിരുന്നത്. അജു വർഗീസിന് പുറമെയായിട്ട് ഈ സിനിമയിൽ ഇന്ദ്രൻസ് ഒരു പ്രധാന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നന്ദു, നമ്മുടെ സ്പിരിറ്റ് എന്നുള്ള സിനിമയിലെ കള്ളുകൂടിയനായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ആൾ ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ മകൻ നമ്മുടെ പത്തേമാരിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കാൻ്റെ ഒന്നായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരൻ ഷഹീം സിദ്ദിഖ് എന്ന ക്യാരക്ടർ വളരെ വളരെ വൃത്തിയായിട്ട ക്യാരക്ടർ. തല വെക്കല്ലേ മോനെ, എന്ത് തനിക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആക്ടറുടെ മകനാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. ഇത് വളരെ വൃത്തിയായിട്ട ക്യാരക്ടറായിരുന്നു. വളരെ മോശം മിസ്കാസ്റ്റിംഗ്, നടക്കുന്നില്ല പുള്ളിക്കാരനെ കൊണ്ടൊന്നും. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ ജോയ്മോൻ, നമ്മുടെ വാഴ രോമാഞ്ചം ഉള്ള സിനിമയിൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് മരണമാസം എന്നുള്ള സിനിമയിൽ ഒരു കോമഡി വേഷം ചെയ്തിട്ടുള്ള, നമ്മുടെ സെമിത്തിരിയിലൊക്കെ വന്നിട്ട് കോമഡി വേഷം ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഡ്രാക്കുളയായിട്ട് വന്നിട്ടുള്ള ആൾ. പുള്ളിക്കാരൻ്റെ കോമഡി ഒരു 10 കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ചിരിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഓക്കെ ക്യാരക്ടറാണ്. ഈ സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ്. കോമഡി മാത്രമല്ല, ഈ സിനിമ ഒരു കോമഡി ഫിലിമാണ്. ആസ് എ കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് ഈ സിനിമ. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു മാസിക, നമ്മുടെ ഈ പടക്കുതിര എന്ന് പറയുന്നൊരു മാസികയാണ്. ആ മാസികയുടെ ഒരു വലിപ്പവും ചെറുപ്പവും ഒക്കെ കാട്ടുന്നൊരു ഒരു സിനിമയാണത്. കാരണം അജു വർഗീസിൻ്റെ അപ്പനായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ, പുള്ളിക്കാരുടെ പേരെനിക്കറിയില്ല പെട്ടെന്ന്. പുള്ളിക്കാരൻ ആ ഒരു കാലഘട്ടത്തിൽ ഈ പടക്കുതിര എന്ന് പറയുന്ന മാസിക ഭയങ്കര ഒരുപാട് ആളുകൾ വായിക്കുന്നൊരു മാസികയായിരുന്നു. പിന്നീട് അജു വർഗീസിൻ്റെ വരവോട് കൂടിയിട്ട് ഈ ഒരു മാസിക വളരെ ഒരു എന്താ പറയുക, ഒരു കൊച്ചു പുസ്തകമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കൊച്ചു പുസ്തകങ്ങളും കൊച്ചു കഥകളും തുണ്ട് കഥകൾ എഴുതുന്ന ഒരു ടീമായിട്ടാണ് അജു വർഗീസ്, നന്ദു, അതുപോലെയുള്ള വേറെ ഒരുപാട് 2-3 ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ചെയ്യുന്നത്. പിന്നെ ആ ഒരു പരിപാടികൾ വന്നിട്ട് കുറച്ച് ഇങ്ങനെ പോകുന്നൊരു സിനിമ, കോമഡി പരിപാടിയൊക്കെ വിട്ടിട്ട് പിന്നീട് ഒരു സീരിയസ് ആവുന്നൊരു പരിപാടിയാണ്. കുറച്ച് ട്വിസ്റ്റുകളും സസ്പെൻസുകളൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ആയെന്ന് എനിക്ക് പേഴ്സണലി ഗംഭീരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ സിനിമ ആയിട്ടില്ല. കാരണം കോമഡി ഓക്കെ ഒരു നമുക്കൊരു 50% അല്ലെങ്കിൽ ഒരു 40% നമുക്ക് ഈ കോമഡി ഉൾക്കൊള്ളാം. പക്ഷേ ഈ കഥ സീരിയസ് ആകുമ്പോൾ ഗംഭീരമായിട്ട് ഇതിൽ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ് ഈ സിനിമ. അടിപൊളി സ്ക്രിപ്റ്റാണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. രസമുള്ള സ്ക്രിപ്റ്റാണ്. തിരക്കഥയും ഡയലോഗ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ BGM മ്യൂസിക് ചെയ്തിരിക്കുന്നതിൻ്റെ നമ്മുടെ ധനുഷ്, നമ്മുടെ മറ്റേ തമിഴ് ധനുഷ് അല്ല, ഒരു ധനുഷ് പുതിയ ആളാണെന്ന് തോന്നുന്നു. ധനുഷ് ആൻഡ് വിമൽജിത്ത് രണ്ടുപേരും അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി ഇതിൻ്റെ ഒരു നൈസായിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ആദ്യ പകുതിയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത, അവിടെ നമ്മുടെ 1000 കിനാക്കളായി ആ സോങ് ഇതിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, വളരെ മോശമായിട്ടാണ് റീക്രിയേറ്റ് ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല. അതൊരു എപ്പിക് സോങ് അല്ലേ ആ സോങ്ങൊക്കെ നമ്മൾ പല രാത്രികളിലും കാണുന്നൊരു സോങ്ങാണ് അല്ലേ ആ സോങ്ങൊക്കെ നമ്മൾക്ക് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ട് ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സോങ്ങൊക്കെ. അതൊന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്. ഇനി വരാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യാൻ പാടുന്നതാണെങ്കിൽ നമുക്ക് അത്രമാത്രം ഇൻഫ്ലുവൻസ് ആവണ്ടേ, കാണുന്ന ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇഷ്ടമാവണ്ടേ. ഇത് വളരെ മോശമായിട്ടാണ് ആ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്, ആ ഒരു സോങ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിജ, അജു വർഗീസിൻ്റെ പേരാണ്. നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ സിനിമയിലൊക്കെ ദുൽഖറിൻ്റെ പെങ്ങളായിട്ട്. പിന്നെ പുള്ളിക്കാരത്ത് ഒരുപാട് തമിഴ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അത് രസമായിട്ടാണ് പുള്ളിക്കാരത്ത് ചെയ്തിരിക്കുന്നത്. അജു വർഗീസിൻ്റെയും ആ ഒരു ലേഡി സിജ എന്നുള്ള ആക്ട്രസിൻ്റെ പേര് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക്സും കാര്യങ്ങളൊക്കെ രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അജു വർഗീസും ഇറ്റ്സ് എ ഓക്കെ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ നദികളിൽ സുന്ദരി യമുന എന്നുള്ള സിനിമയിലാണ് റീസെൻ്റായിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുള്ളത്. അതൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു കോമഡി പരിപാടിയൊക്കെ വിട്ടുകൊണ്ട് അഭിനയിച്ചിട്ടുള്ളത് ആ ഒരു സിനിമയിലാണ്. അത് പോലെ തന്നെ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ കുറച്ച് പാളിച്ചകൾ ഈ സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത്ര നല്ല രസമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് അത് മികച്ചതാക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു ഡയറക്ടറെ ഞാൻ കണ്ടു. ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ ഇതിൽ കയറി, ഞാൻ അഗൈൻ ഐം സെയിങ്, ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിക്കരുത്. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മികച്ചതാക്കണം. ഇതിന് വേണ്ടി ഒരുപാട് ആക്ടേഴ്സ് ഇത് വരുന്നുണ്ട്. ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറും ഒരു നന്മമരം ക്യാരക്ടറായിട്ടാണ്. എല്ലാ സിനിമയിലും പുള്ളിക്കാരൻ അങ്ങനെ നന്മമരം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സിനിമയിലും പുള്ളിക്കാരൻ നന്മമരം ക്യാരക്ടറാണ്. പിന്നെ ബാക്കി കുറച്ച് ട്വിസ്റ്റുകളും സസ്പെൻസുകളൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തുടരും എന്നുള്ള സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ
തൊട്ടപ്പുറത്ത് സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു വാച്ചബിൾ മൂവി ആയിട്ട്, ഒരു ബിലോ എവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എവറേജ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരുപാട് പാളിച്ചുള്ളതുകൊണ്ട് ഈ സിനിമ ഒരു അവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി, ജസ്റ്റ് എ വാച്ചബിൾ മൂവി. യു ക്യാൻ ട്രൈ ടു വാച്ച് ഇഫ് യു ഹാവ് ടൈം. താങ്ക് യു.